രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSSൻ്റെ നിയമപരമായ പദവി വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സംഘടന ഇതുവരെ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം വീണ്ടും ഉന്നയിച്ചത് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെയാണ്. സംഘടനയുടെ ഫണ്ടിംഗ്, നികുതി അടവ്, ഓഡിറ്റിംഗ് എന്നിവയുടെ സുതാര്യതയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ നിയമപരമായി തങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ലെന്നും കോടതികളും സർക്കാരുകളും തങ്ങളുടെ നിയമസാധുത പലതവണ അംഗീകരിച്ചിട്ടുണ്ടെന്നുമാണ് RSSൻ്റെ മറുപടി. ഒരു നൂറ്റാണ്ടോളമായി ഇന്ത്യയുടെ പൊതുജീവിതത്തിൽ ഇത്രയും സ്വാധീനമുള്ള RSS ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാത്ത ഒരു സംഘടനയായി തുടരുന്നത് ശരിയാണോ? ഇന്ത്യയിൽ ഒരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണോ? ഉത്തരം അല്ല എന്നാണ്. ഇന്ത്യയിലെ എല്ലാ പൗരസംഘടനകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമങ്ങളൊന്നും ഇന്നും രാജ്യത്തില്ല. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, ട്രസ്റ്റ് ആക്ട്സ്, കമ്പനി നിയമം എന്നിവയൊക്കെ ഒരു സംഘടനയ്ക്ക് നിയമപരമായ രൂപം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഉപാധികൾ മാത്രമാണ്. പ്രത്യേക അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ ആവശ്യമില്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നത് പൂർണ്ണമായും വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. ഇതേ വാദമാണ് RSS മേധാവി മോഹൻ ഭാഗവതും മുന്നോട്ട് വയ്ക്കുന്നത്. വ്യക്തികളുടെ കൂട്ടായ്മ അഥവാ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ RSSന് നിയമപരമായി അംഗീകാരമുണ്ടെന്നാണ് ഭാഗവതിൻ്റെ വാദം. 1970കളിൽ ബോംബെ, പട്ന എന്നിവിടങ്ങളിൽ ഉണ്ടായ നികുതി കേസുകളിൽ RSSന് ലഭിക്കുന്ന ഗുരുദക്ഷിണ, സംഭാവനകൾക്ക് നികുതി ഇളവ് നൽകിക്കൊണ്ട് കോടതികൾ ഈ പദവി ശരിവച്ചിരുന്നു. ഇതും തങ്ങളുടെ വാദമുറപ്പിക്കാൻ RSS ഉയർത്തുന്നുണ്ട്. എന്നാൽ RSSന് രജിസ്ട്രേഷൻ വേണമെന്ന ആവശ്യത്തിന് പിന്നിലുള്ളതെന്താണ്? അതിന് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ആരോപണങ്ങളുടെ പിൻബലമുണ്ട്. കർണാടകത്തിൽ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ RSSൽ നിന്ന് തനിക്ക് 2 വധഭീഷണി ലഭിച്ചെന്നാണ് പ്രിയങ്ക് ഖാർഗെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ബന്ധപ്പെട്ട സംഘടനയെക്കുറിച്ച് അന്വേഷിക്കാനും സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ നടത്തണമെന്ന് നിർദ്ദേശിക്കാനും വേണമെങ്കിൽ വിലക്കാനും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പ്രിയങ്കിനാവും. വാചാടോപത്തിനപ്പുറം കുറഞ്ഞത് എന്താണ് നിങ്ങളെന്നും എവിടെ നിന്നാണ് നിങ്ങൾക്കിത്ര പണം ലഭിക്കുന്നതെന്നും വ്യക്തമാക്കണമെന്ന പ്രിയങ്കിൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ്. അതിനൊക്കെ അപ്പുറം പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന രീതിയിൽ RSS കൈകഴുകിയ ചരിത്രം എത്രയെന്നോ? 1925 KB ഹെഡ്ഗേവാർ RSS സ്ഥാപിക്കുമ്പോൾ സ്വഭാവ രൂപീകരണത്തിനായുള്ള ഒരു സാമൂഹിക പ്രസ്ഥാനമെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. അതേസമയം സർക്കാർ നടപടികളിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രമായിരുന്നു ഈ അൺരജിസ്റ്റേർഡ് ഘടനയെന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചരിത്രത്തിൽ 3 തവണയാണ് RSS രാജ്യത്ത് നിരോധിക്കപ്പെട്ടത്. 1948 മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷവും, 1975 അടിയന്തരാവസ്ഥ കാലത്തും, 1992 ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷവും. മുൻപ് പറഞ്ഞ 3 പ്രതിസന്ധികളിലും ഔദ്യോഗികമായ അംഗത്വ ലിസ്റ്റുകളോ ഓഫീസുകളോ രേഖാമൂലമില്ലാതിരുന്നത് സംഘടനയ്ക്ക് നിയമപരമായ പ്രതിരോധ കവചമായി മാറി. RSS ബന്ധമെന്ന് ആരോപിക്കാമെന്നല്ലാതെ സംഘടനയുടെ സ്വാധീനം കൊണ്ട് ഒരാൾ കുറ്റവാളിയായാൽ തെളിയിക്കാൻ പോലും ആവില്ലെന്നർത്ഥം. എന്നാൽ 1949 നിരോധനം നീക്കുന്നതിൻ്റെ ഭാഗമായി RSS സ്വന്തമായി ഒരു ഭരണഘടന അംഗീകരിച്ചിരുന്നു. അപ്പോഴും രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കാൻ സംഘടന വിസമ്മതിച്ചു. ഇനിയുമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും 52 വർഷം തങ്ങളുടെ ഓഫീസിൽ ദേശീയ പതാക ഉയർത്താതിരുന്ന, ഭരണഘടന കത്തിച്ച് പ്രതിഷേധിച്ച, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോട് മുഖം തിരിച്ചു നിന്ന ആൾക്കൂട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് പേരിട്ട് വിളിക്കുക? ഗാന്ധിവധത്തിൽ മധുരം വിതരണം ചെയ്തതും ആ പ്രത്യേക ആൾക്കൂട്ടമാണ്. അംബേദ്കറെ ലില്ലിപ്പുട്ടെന്ന് കളിയാക്കി വിളിച്ചതും, അനുയായികളോട് ദണ്ഡിയാത്രയിൽ നിന്നും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതും ഈ ആൾക്കൂട്ടമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേരരുതെന്ന് ആഹ്വാനം ചെയ്ത് സുഭാഷ് ചന്ദ്രബോസിനെ ഒറ്റിക്കൊടുത്തതും ഇതേ ആൾക്കൂട്ടമാണ്. 1942 ജൂലൈ 26 ശ്യാമപ്രസാദ് മുഖർജി ബംഗാൾ ഗവർണറായിരുന്ന സർ ജോൺ ഹെർബർട്ടിന് അയച്ച കത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എങ്ങനെ തകർക്കണമെന്നാണ് എഴുതിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ പെൻഷൻ വാങ്ങി ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ സവർക്കറും കൂടിയാണ് പിന്തുണച്ചത്. എന്നാൽ ഈ ആൾക്കൂട്ടവും ആളുകളും ആരാണെന്ന് ചോദിച്ചാൽ അവസാനം കൈ മലർത്തേണ്ടി വരും. കാരണം രേഖയില്ലെന്നേ. ഒരു തെരുവ് കച്ചവടക്കാരൻ പോലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട രാജ്യത്ത്, ക്ഷേത്രങ്ങളിൽ സംഭാവനയ്ക്ക് കണക്കുകൾ നൽകപ്പെടേണ്ട രാജ്യത്ത്, പൗരന്മാർ നികുതി സമർപ്പിക്കേണ്ട രാജ്യത്ത് RSSന് മാത്രം എന്താണ് പ്രത്യേക പ്രിവിലേജ് എന്നാണ് പ്രിയങ്ക് ഖാർഗെ ഉയർത്തിയ ചോദ്യം. മതിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ അനധികൃത സംഘടനയായി കണ്ട് നിരോധിക്കുമെന്ന് പ്രിയങ്ക് മുന്നറിയിപ്പ് നൽകുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. അവിടെയാണ് വ്യക്തികളുടെ കൂട്ടം എന്ന മോഹൻ ഭാഗവതിൻ്റെ ന്യായീകരണം അതീവ ദുർബലമാകുന്നതും. റാം മാധവിനെ പോലെയുള്ള RSS നേതാക്കൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയെപ്പോലെ പെരുമാറുന്നത് കണ്ടിട്ടില്ലേ?
മൗറീഷ്യസ് പ്രധാനമന്ത്രി, ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി തുടങ്ങിയ നിരവധി നേതാക്കളുമായി മാധവ് സംസാരിക്കുന്നുണ്ട്. വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ, ഇന്ത്യ ഫൗണ്ടേഷൻ, ഫോറം ഫോർ ഇൻ്റഗ്രേറ്റഡ് നാഷണൽ സെക്യൂരിറ്റി, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഫൗണ്ടേഷൻ, ഇന്ത്യ പോളിസി ഫൗണ്ടേഷൻ, ഫോറം ഫോർ സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ്, പബ്ലിക് പോളിസി റിസർച്ച് സെൻറ്റർ ഫോർ പോളിസി സ്റ്റഡീസ് തുടങ്ങിയ നിഴൽ സംഘടനകളിലൂടെ RSS രാജ്യത്ത് സജീവമാണ്. ഇങ്ങനെ ഒരു സംഘടനയോടാണ് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഫണ്ടുകളും കെട്ടിടങ്ങളും RSS എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനായി അവർ കണ്ടെത്തിയ വഴി തങ്ങളുടെ അനുബന്ധ സംഘടനകളെ രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. അവരുടെ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘ്, വിദ്യാഭ്യാസ സാമൂഹിക സേവന വിഭാഗങ്ങൾ എന്നിവയെല്ലാം രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റുകളോ സൊസൈറ്റികളോ ആണ്. ഡൽഹിയിലെ RSSൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം പോലും നേരിട്ടല്ല, മറിച്ച് പ്രത്യേക രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റുകളുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. അതായത് RSS എന്ന് പറയുമ്പോഴും നിയമപരമായി തിരഞ്ഞാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന തരത്തിലേക്ക് ഏത് സമയവും പരിണാമം പ്രാപിക്കാവുന്ന അത്രയും പ്രിവിലേജാണ് ഈ രാജ്യം RSSന് നൽകിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് മറ്റേതെങ്കിലും സമുദായമോ സംഘടനയോ മതമോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുക? RSSും BJPയും അതിന് എന്താവും പേരിട്ട് വിളിക്കുക? ഇന്ത്യയിൽ ജനങ്ങളുടെ രാജ്യസ്നേഹവും പൗരത്വം തന്നെയും വിലയിരുത്താൻ നടക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പ്രിയങ്ക് ഖാർഗെയ്ക്ക് നടപടികളിൽ പരിമിതിയുണ്ട്. എങ്കിലും അദ്ദേഹം ഉയർത്തിയ ചോദ്യവും അതുണ്ടാക്കുന്ന ചർച്ചയും വളരെ വലുതാണ്.